സർവീസുകളെയും വിറ്റുകൊണ്ട് നോൺ സാലറി ഇൻകം അല്ലെ, നമുക്ക് സാലറി ആയിട്ട് എല്ലാവരും തരുന്നത്, അങ്ങനെ കിട്ടുന്ന വരുമാനമാണ് നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിൽ നമുക്ക് ഒരു 7 പോയിന്റ് ആണുള്ളത്. അതിൽ ഏണിംഗ് ഡിസൈർ, ജ്വലിക്കുന്ന ആഗ്രഹം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ആഗ്രഹങ്ങൾ കൊണ്ട് വർക്ക് ചെയ്യുന്ന നമുക്കുള്ള ഒരു, അതായത് ഈ കോൺസെപ്റ്റിൽ വന്ന ശേഷം അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് എല്ലാവർക്കും ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ ഉണ്ടാവും അല്ലേ. അത് എത്ര തീവ്രതയോടുകൂടി നമ്മൾ ആഗ്രഹിക്കുന്നുവോ, അതായത് ഇപ്പൊ ഒരു നമ്മളെ സംബന്ധിച്ച് അതായത് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീട്ടമ്മയുടെ ആഗ്രഹമാണെങ്കിൽ എന്തായിരിക്കും അവരുള്ള ആഗ്രഹം? നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ അവർ പറയുന്ന സമയത്ത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ആഗ്രഹമായിരിക്കും അല്ലെ. അല്ലെങ്കിൽ അത് കിട്ടാതെ വരുമ്പോൾ അവർക്കുള്ള ഒരു സങ്കടം. നമുക്ക് എന്തൊരു ആഗ്രഹമാണെങ്കിലും അത് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് നിറവേറ്റി കൊടുക്കാനുള്ള നല്ല ദൃഢമായ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉറച്ചു വേണം അല്ലെ. അപ്പോഴാണ് ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾക്ക് പ്രവർത്തിക്കാൻ, നമ്മളതിൽ നിന്ന് വന്ന് വെറുതെ ഇരുന്ന കാര്യമില്ല, അത് പ്രവർത്തിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്ത ഉടനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ കയറണമെങ്കിൽ നമ്മൾ അതിയായ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. ആ ആഗ്രഹങ്ങളാണ് നമ്മളെ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതുപോലെ ആ ആഗ്രഹങ്ങൾ വേണം. പിന്നെ നമ്മൾ ഓൾവേസ് റെഡി ടു ഏണിംഗ് ചേഞ്ച്, നമ്മുടെ ചേഞ്ചുകളിൽ നമുക്ക് എങ്ങനെ പോകണം. ആഗ്രഹങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അതിനു വേണ്ടി നമ്മൾ എന്തെല്ലാം ചേഞ്ചുകൾ നമ്മളിൽ തന്നെ വരുത്തി അത് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം, അത് മടികൂടാതെ തന്നെ നമ്മൾ അത് എന്താ പറയുക പ്രാവർത്തികമാക്കണം അല്ലെ. നമ്മൾ വീട്ടിലിരുന്നു അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ വയ്യ, ഇന്നയാളെ വിളിക്കണം, ആ സമയത്ത് വിളിച്ചില്ല, ആ വിളിക്കുന്ന സമയത്ത് അതായത് അവര് ഒരു ടൈം പറയുമായിരിക്കും. അതായത് നമ്മളിപ്പോ എന്താ പറയുക, ഒരു കസ്റ്റമർ അല്ലെങ്കിൽ കാണാൻ പോകുന്ന സമയത്ത് ഇന്ന സമയത്ത് വിളിക്കൂട്ടോ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് പോകണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് വരണം എന്ന് പറയുമ്പോൾ നമ്മളത് മൈൻഡിൽ വെച്ചുകൊണ്ട്, പല തിരക്കുകൾ എല്ലാവർക്കും, പക്ഷെ നമ്മള് എഴുതി വെക്കുക. നമ്മുടെ ലീഡേഴ്സ്മാർ പറയുന്നത് നമ്മൾ എന്താണ്, നമുക്ക് മറവി ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. നമ്മൾ എവിടെയാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ഒരു പോയിന്റ് ആയിട്ട്, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന ഒരു പേപ്പർ ആയിട്ട് സ്റ്റിക്ക് ആയിട്ടുള്ളത്, അപ്പൊ അത് നമ്മളൊന്ന് വാങ്ങിച്ചിട്ട് നമ്മൾക്ക്, അതായത് നാളെ വിളിക്കുന്ന ക്ലയന്റിനെ ആണെങ്കിലും അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അതൊന്ന് പേപ്പറിൽ എഴുതി വെച്ച് നമ്മൾ സ്ഥിരമായിട്ട് എവിടെയാണോ ഇരിക്കുക, മിക്കവാറും എല്ലാവരും കിച്ചണിലായിരിക്കും. അപ്പൊ നമുക്ക് എന്നും കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മള് കണ്ണാടിന് മുന്നിൽ അല്ലെ, അലമാറയോ അല്ലെങ്കിൽ കണ്ണാടി വെക്കുന്നത്, ആ സ്പേസ്, ഈ 2 സ്പേസ് ആയിരിക്കും നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അപ്പൊ അവിടെ നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം അവിടെ, ഇപ്പൊ ഫ്രിഡ്ജിന്റെ ഡോറില്ല, അവിടെ നമുക്ക് പ്രസ് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ നമ്മള് ചുമരിലാണെങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്ത് വെക്കാം. നമുക്ക് ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് അവിടെ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മറന്നു പോകുന്ന സാഹചര്യത്തിൽ അത് ഉപകാരപ്പെടും. ഇപ്പൊ മിക്ക എല്ലാവരും എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു കുറിപ്പ് പോലെ എഴുതി വെക്കുന്നുണ്ട്, അത് മറക്കില്ല. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ ഓർക്കാൻ വേണ്ടി അങ്ങനെ വെക്കാം. അപ്പൊ അതിനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അത് നമ്മള് നിറവേറ്റിയെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഏതുവരെ പോകണം, എങ്ങനെ പോകണം അല്ലെ, അതെല്ലാം നമുക്ക് നമ്മുടെ ലീഡേഴ്സ്മാര് നമ്മുടെ മുന്നിലുണ്ട് നമ്മളോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ അങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. ശരി, നമ്മളെല്ലാം പഠിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ഒരു കസ്റ്റമർ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ കഴിയണം അല്ലെ. ആ കഴിഞ്ഞില്ലെങ്കിൽ എന്താ, നമ്മളെ തോറ്റുപോയി. അതായത് നമുക്ക് ആദ്യം ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിന് ഒന്നും അറിയില്ല, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ പഠിക്കാൻ തയ്യാറാകുന്ന സമയത്താണ്, നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് അവർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമുക്കൊരു മറുപടി കൊടുക്കാൻ കഴിയണം. അത് പഠിക്കാൻ തയ്യാറായാൽ മാത്രമാണ് സാധിക്കുള്ളൂ. അപ്പൊ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് കഴിയില്ല, അവിടെ തോറ്റു പോവുകയാണ്. അപ്പൊ അങ്ങനെ വരാതെ നമ്മൾ മാക്സിമം എല്ലാം നന്നായി പഠിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഓരോ ഡൗട്ടുകൾ വരുന്ന സമയത്ത് അപ്പോൾ ലീഡേഴ്സ്മാരെ വിളിക്കുക, സംശയം ചോദിക്കുക, അത് നമ്മൾ മൈൻഡിൽ വെക്കുക. അത് മൈൻഡിൽ വെക്കാൻ കഴിയാത്തവർ ഒരു ബുക്ക് എടുക്കുക, ഡയറി എടുക്കുക, നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എഴുതുക. അപ്പൊ നമുക്ക് എപ്പോൾ വേണമെങ്കിലും
നമുക്ക് ഓരോ സമയങ്ങളിൽ നമുക്ക് വായിച്ചു നോക്കുന്ന സമയത്ത് ഇന്ന കസ്റ്റമർ അല്ലെങ്കിൽ ഇന്ന കാര്യം പറയുന്ന സമയത്ത് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് നമ്മുടെ മൈൻഡിൽ വെക്കുക. അത് ഉപകാരമാകും. പഞ്ച്വാലിറ്റി, നമ്മൾ സമയനിഷ്ഠ അല്ലേ. എന്തിനും ഏതൊരു വർക്ക് എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ടൈം ഉണ്ട്, അത് ലിമിറ്റ് ഇല്ല. നമുക്ക് നമ്മളാണ് സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ആ കല്യാണത്തിന്റെ ദിവസം അല്ലെങ്കിൽ തലേ ദിവസം വരെ നമ്മൾ എന്തെല്ലാം നമ്മൾക്ക് ആ ദിവസത്തിന് വേണം എന്ന് നമുക്കൊരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ദിവസമാണ് ഉള്ളത്, അപ്പൊ അതിനുള്ളിൽ നമുക്ക് എല്ലാം ചെയ്തു വെക്കണം. എന്താണ്, ഡ്രസ്സ് എടുക്കണം അല്ലെ, ഫാൻസി ഷോപ്പിൽ പോകണം, അങ്ങനെ എന്തെല്ലാം ഓരോരോ കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് ഫാമിലി. അപ്പൊ അതെല്ലാം നമ്മൾ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എല്ലാം ചെയ്തു വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ ഒരു വ്യക്തിനെ വിളിച്ച് നാളെ കാണാൻ വരണം, അല്ലെങ്കിൽ നാളെ പ്ലാൻ പറഞ്ഞു അപ്പോഴേ ഒഴിവുള്ളൂ, ഇന്ന സമയത്ത് വരണം, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേറെ കാര്യങ്ങൾക്ക് പോവാൻ എന്ന് ആ ക്ലയന്റ് പറയുകയാണെങ്കിൽ നമ്മൾ അവരുടെ സമയം, നമ്മുടെ അല്ല അവരുടെ സമയം, ഇന്ന സമയത്ത് ആൾക്ക് പോകണം പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിന് മുമ്പിൽ നമുക്ക് മുന്നേ പോകണം എന്നുള്ള ഒരു ടൈം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ആ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സമയത്ത് എന്തെല്ലാമാണ്, ഏത് സാഹചര്യത്തിലാണ് അവർക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് മുൻകൂട്ടി നമ്മൾ അറിയണം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്താന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ കുറിച്ച് മുൻകൂട്ടി നമ്മൾ അറിഞ്ഞിട്ടാണ് ആ വ്യക്തിയെ കാണാൻ പോകുന്നതും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതും അല്ലെ. അല്ലാതെ ആ വ്യക്തിയെ കുറിച്ച് അറിയാണ്ട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് എങ്ങനെയാണ് അറിയേണ്ടത്, എന്താണ് ആ വ്യക്തിയെ കറക്റ്റ് ആയിട്ട് ആ വ്യക്തിക്ക് പോയിന്റിൽ എത്തിച്ചു കൊടുക്കേണ്ടത് അല്ലെ. ആ വ്യക്തിയുടെ എന്തെല്ലാം സ്വഭാവങ്ങളാണ്, അല്ലെങ്കിൽ എവിടെ പറഞ്ഞു കൊടുത്താലാണ് അവർക്ക് ക്ലിക്ക് ആവുക. ചിലപ്പോൾ ബിസിനസ്മാൻ ആവാം, സാധാരണക്കാരാവാം. അപ്പൊ അവരെ കുറിച്ച് അറിഞ്ഞിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളാണ്. അപ്പൊ ബിസിനസ്മാൻ ആവുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് മൈൻഡിൽ കയറും. അപ്പൊ അതുമായിട്ട് താരതമ്യം ചെയ്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിയണം. അപ്പൊ അങ്ങനെയൊക്കെ മുൻകൂട്ടി നമ്മൾ പറഞ്ഞ് പഠിച്ച ശേഷം ആയിരിക്കണം ആ ക്ലയന്റിന് പോകേണ്ടതും. പിന്നെ ആ പറഞ്ഞ സമയത്ത് നമുക്ക് എത്താനുള്ള ഒരു എന്താ പറയാ, കാണാൻ ശ്രമിക്കുക. അപ്പൊ ഒരു സമയനിഷ്ഠയും നമുക്കതിൽ വരുന്നുണ്ട്. പിന്നെ ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസ്, മാന്യമായ വസ്ത്രധാരണയോടെ നമുക്ക് ഡിസിപ്ലിൻ ആയിട്ട്, അതായത് നല്ല രീതിയിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ടീച്ചർ ക്ലാസ്സിൽ അച്ചടക്കത്തിൽ ഇരിക്കുക എന്നൊക്കെ പറയില്ലേ. നമ്മൾ അതുപോലെ ആയിരിക്കും. ഡിസിപ്ലിൻ ഇല്ലാതെ ടീച്ചർ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരിക. അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് ബിസ്ക്കറ്റ് തിന്നുക, അല്ലെങ്കിൽ കുട്ടികളോട് സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യില്ല. അപ്പൊ നമ്മൾ ഒരു അച്ചടക്കത്തോടു കൂടി നീറ്റായി, നമ്മുടെ ഇതിലെന്ന് പറയുന്ന സമയത്ത് പുറത്തു പോകുന്ന സമയത്ത് നീറ്റായി വസ്ത്രധാരണ അല്ലെ. അതായത് എല്ലാ ലീഡേഴ്സ്മാരും പറയുന്നതാണ് വൃത്തിയായിട്ടുള്ള, അതായത് പുതിയ ഡ്രസ്സ് വാങ്ങിക്കുക പോവുക എന്നതിലുപരി നമ്മുടെ കയ്യിൽ ഇപ്പൊ ആരും വലിയ വലിയ ആൾക്കാരും എല്ലാവരും സാധാരണക്കാരാണ് നമ്മളെല്ലാവരും. നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ എന്ത് ഡ്രസ്സാണോ ഉള്ളത് അത് വൃത്തിയായിട്ട്, ഇപ്പൊ ഒരു ചുരിദാർ ആണെങ്കിൽ അത് വൃത്തിയായി ഒന്ന് പോവുക, കാണുക, സംസാരിക്കുക അല്ലെ. അവരടുത്ത് നന്നായി എന്താ പറയാ, വളവളാന്ന് സംസാരിക്കാതെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരു നീറ്റായിട്ട് സംസാരിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്താണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വരാനുള്ള സാഹചര്യം എന്താണ് എന്നെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഇമോഷണൽ മാസ്റ്ററി, നമ്മൾ അതായത് ഇതിൽ വരുന്ന സമയത്ത് ഈ ഒരു കോൺസെപ്റ്റ് ഡയറക്റ്റ് സെല്ലിങ് വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം. നമ്മൾ ജോയിൻ ചെയ്ത ഉടനെ തന്നെ നമ്മുടെ പോസ്റ്റും കാര്യങ്ങളും, നമ്മുടെ സ്റ്റാറ്റസ് വയ്ക്കും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ആരും നല്ലത് പറയില്ല അല്ലെ. നീയും പോയി പെട്ടോ, അല്ലെങ്കിൽ നീയോ ഇങ്ങനെയാണത്, അല്ലെങ്കിൽ നീ എന്തിനാലും പോയി പെട്ടത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നിനക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇമോഷണലി തളർത്താനായിരിക്കും ആളുകൾ കൂടുതൽ ഉണ്ടാവുക അല്ലെ. അല്ലെങ്കിൽ നീ ചെയ്തോ, ഒന്ന് നേരായിക്കോ എന്ന് ആരും പറയില്ല. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ തളരാതെ പിടിച്ചു നിൽക്കണം. തളരാതെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് അത് നമ്മൾ ഒറ്റയ്ക്കുമല്ല, നമ്മളോടൊപ്പം തന്നെ ലീഡേഴ്സ്മാര്, അതായത് നമ്മുടെ ലീഡേഴ്സ്മാരാണെങ്കിലും എന്ത് പറഞ്ഞാലും അതിങ്ങനെയല്ല, നമുക്ക് എങ്ങനെ ചെയ്താൽ ശരിയാകും, എന്തെങ്കിലും പറഞ്ഞോട്ടെ അല്ലെ. അങ്ങനെ ഒരു മൈൻഡ്, അങ്ങനെ ഒരു ഇത് ഒരു ദിവസത്തെ ആണെങ്കിലും അല്ലെങ്കിൽ
ആ സമയത്തിൽ കിട്ടുന്ന അവരുടെ വാക്കുകൾ നമുക്ക് ആശ്വാസകരമാണ്. നമ്മുടെ ലീഡേഴ്സ്മാരാണെങ്കിൽ നമുക്ക് എന്താ പറയാ, അവര് നമ്മളെപ്പോഴും പറയാണ് നമ്മുടെ അമ്മയെ പോലെയാണ്. നമ്മളെ ചീത്ത പറയാനും എന്താ പറയാ, നല്ലത് പറയാനും എല്ലാം അവർക്ക് അധികാരമുണ്ട്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മൾ വന്ന സമയത്തുള്ള കുട്ടികളാണ്. അപ്പൊ അത് ഇങ്ങനെയല്ല, അത് നേരെ കൊണ്ടുപോകണം, അങ്ങനെ ചെയ്താലാണ് ശരിയാവുള്ളൂ, ഞങ്ങൾ ഈ വഴിയാണ് വന്നത്, നിങ്ങൾ ആ വഴി പോവണ്ട, അത് തെറ്റാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ച നമ്മുടെ ലീഡേഴ്സ്മാരുണ്ട്. അവര് ചീത്ത പറയുകയാണെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ചീത്തയിലല്ല ഇമോഷണൽ ആവേണ്ടത്. നമ്മൾ പുറത്ത് നമ്മുടെ റിലേറ്റീവ്സും കാര്യങ്ങളും മറ്റുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും പറയുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി തളരാതിരിക്കുക. ഇമോഷണലി തളരാതിരിക്കുക. അത് നമുക്ക് വീണ്ടും ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് അങ്ങനെ തളരാതെ എന്താ പറയാ, ചിലർക്ക് ഒരു നെഗറ്റീവ് പോയിന്റ് കേൾക്കുകയാണെങ്കിൽ നമ്മളെ ലീഡറെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. മാം ഇങ്ങനെ പറയുന്നു, മാം എന്താ ചെയ്യാ, ഭയങ്കര ഡൗൺ ആവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സ്വയം നമുക്ക് അത് തരണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലീഡേഴ്സ്മാരെ വിളിക്കാം. അവര് നമുക്കൊരു തണലായിട്ട് നിൽക്കും. അതായത് അവർ ഇങ്ങനെയല്ല, എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് ആ കഴിയും ഇല്ലേ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മിക്കവാറും എല്ലാം നമ്മൾ ഇതിൽ പറയുന്നത് നമ്മൾ ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, നമ്മൾ പിന്നെ ഡൗൺ ആവും. ആ സമയത്ത് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നത് ആരെയാണോ അവരെ വിളിച്ച് സംസാരിക്കുക. അപ്പൊ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചിലപ്പോ നമ്മൾ ആ സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്ത് നോക്കിയിട്ട് നമ്മുടെ ഭാഗ്യമാണെന്ന് പറയും. നമ്മുടെ ലീഡേഴ്സ്മാരാണെങ്കിൽ ചിലപ്പോൾ പാർട്ട്നേഴ്സ്മാരാണെങ്കിൽ വിളിച്ചിട്ട് എന്താ പറയാ, നമ്മുടെ ആ മൈൻഡ് ഒന്ന് മാറ്റാനുള്ള ചാൻസ് അത് മിക്കാതെ ചിലപ്പോൾ എല്ലാവർക്കും ആ സമയത്ത് നോക്കി നമ്മുടെ കാര്യം അറിഞ്ഞിട്ടുള്ള വിളിയാണോ എന്നുള്ളൊരു ഇത് തോന്നുന്നുണ്ടാകാം. ആ സമയത്ത് വിളിക്കുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനെ വിളിച്ച് സംസാരിക്കാൻ നോക്കുക, ഡൗൺ ആവാതിരിക്കുക. പിന്നെ ഫിനാൻസ് ഡിസിപ്ലിൻ, പണം ഉണ്ടാക്കുക, പണം നിലനിർത്തുക, പണം വർദ്ധിപ്പിക്കുക, അല്ലെ. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, പണം ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. ചിലർക്കറിയാം പണം ഉണ്ടാക്കും, പക്ഷെ അത് എങ്ങനെ ചെലവാക്കണം എന്നറിയില്ല, അല്ലെ. ചിലരുണ്ട് അത് തോന്നിയ പോലെ, ഇപ്പൊ ഒരു 100 രൂപ ഇന്ന് കിട്ടുകയാണെങ്കിൽ അത് എന്ത് കാര്യത്തിന് ചെലവാക്കണം, അല്ലെ ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് ചെലവാക്കണം എന്നൊരു മൈൻഡ് ഇല്ല. 100 രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ചെലവാക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് ചെലവാക്കണം എന്നുള്ള രീതിയിലുണ്ടാകും, അല്ലെ. അപ്പൊ അതെല്ലാം നമ്മൾ പണം ഉണ്ടാക്കണം, അത് എങ്ങനെ ചെലവാക്കണം എന്നറിയണം, അതിൽ നിന്ന് എങ്ങനെ വീണ്ടും പണം വർദ്ധിപ്പിക്കണം എന്ന് നമുക്ക് അറിയണം, അല്ലെ. അപ്പൊ അത് നമ്മൾക്ക് ചിലർക്ക് അറിയാത്തവരുണ്ട്. നമ്മുടെ ലീഡേഴ്സ്മാർ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ നമുക്ക് 500 രൂപ നമ്മുടെ ക്രെഡിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 100 രൂപ നമ്മൾ മാറ്റിവെക്കാൻ ശ്രമിക്കണം, ഇല്ലേ. അത് നമ്മുടെ ലീഡേഴ്സ് മിക്കവാറും പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ്, അത് എങ്ങനെ ചെലവാക്കിയാലും, അല്ലെങ്കിൽ നമുക്ക് ഈ 400 രൂപ ചെലവാക്കിയാലും ബാക്കി ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ആ കൂട്ടിവെച്ച പൈസ 100 രൂപ, അതിൽ നിന്ന് 100 രൂപ കൂട്ടിവെച്ച പൈസ നമുക്കൊരു ഇൻകോയി. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് പണം സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കേണ്ടത് അതടക്കം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ അതും ചെയ്യാൻ ശ്രമിക്കുക. റിവ്യൂ ക്വാളിറ്റി ആക്ടിവിറ്റീസ്. പിന്നെ നമുക്ക്, അതായത് നമ്മളിത് വരുന്ന സമയത്ത് നമ്മൾക്ക് ഗുണനിലവാരമുള്ള പ്രവർത്തനങ്ങൾ ആലാപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിൽ വന്നു, അതായത് നമ്മളൊരു ഡയറക്റ്റ് സെല്ലിങ്ങിൽ വന്നു, അല്ലെങ്കിൽ ഫിജിക്കൽ.comൽ വന്നു, ഇതിൽ വന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ലീഡേഴ്സ്മാരിൽ നിന്ന്, നമുക്ക് ഡിജിറ്റലി കിട്ടുന്ന പ്രോഗ്രാമിൽ നിന്ന്, ഫിസിക്കലി കിട്ടുന്ന പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ കോൾ ചെയ്തുകൊണ്ട് അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ആക്കുക. പിന്നെ എന്താ പറയാ, അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഇതിൽ വന്നു, ഓരോ ആൾക്കാർ എന്തെല്ലാം പറഞ്ഞാലും ഇതിൽ നിന്ന് നമ്മൾ ഒരു കാലത്തും വിട്ടു നിൽക്കാതെ നിൽക്കുക. അതായത് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ വരും എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ പ്രവർത്തിക്കുക. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് നമ്മൾക്കറിയാം. നമ്മളിതിൽ വന്നതുകൊണ്ട് എന്തെല്ലാം നമുക്കിതിൽ കിട്ടുന്നുണ്ട്, ആർക്കെല്ലാം നമ്മുടെ ബോച്ച പറഞ്ഞതെല്ലാം കൊടുക്കുന്നുണ്ട് എന്ന് നമ്മളെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴായാലും എനിക്കും കിട്ടും എന്നൊരു ഉറച്ച വിശ്വാസത്തിലൂടെ തന്നെയാണ് എല്ലാവരും ഇതിൽ വർക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആരും വിട്ടുകൊടുക്കാതെ
അപ്പൊ അങ്ങനെ ചെയ്യുക. അപ്പൊ ആരും വിട്ടുകൂടാതെ എന്ത് കാര്യം വന്നാലും വിട്ടു കൊടുക്കരുത്. അവര് പറഞ്ഞോടെ നമ്മൾ ആ മൈൻഡിൽ എടുക്കുക. അപ്പൊ തന്നെ മറുപടി പറയാതെ ആ മൈൻഡിൽ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ എന്താ പറയാ, അതിലൊരു വേറൊരു പോയിന്റ്, കാഴ്ചപ്പാട്. നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് അല്ലെ, വിസിബിലിറ്റി നമ്മൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്, അതുപോലെ ഇരിക്കും നമ്മളെ ഈ ബിസിനസ്. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്യണം, അതെല്ലാം അങ്ങനെയിരിക്കും. പിന്നെ എന്നും എക്സൈറ്റ്മെന്റോടെ നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ ഈ പ്രൊജക്ടിനെ കാണാതെ, നമ്മുടെ ഫിജിക്കൽ ഡയറക്ട് സെല്ലിങ്ങിന് നമ്മൾ വർക്ക് ചെയ്യുന്ന സംഭവത്തിന് എന്താ പറയാ, പുതുമയോടെ എന്നും ഞാൻ ഡെയിലി ഞാൻ ഇന്ന് വന്ന ആളാണ്, ഇന്ന് വന്ന വ്യക്തിയാണ്, പുതുമയോടെ കാണുക. ഇന്ന് ഞാൻ പുതിയ വ്യക്തിയാണ്. അപ്പൊ എന്താണ്, പുതിയ പുതിയ കാര്യങ്ങൾ വീണ്ടും പഠിക്കാനുള്ള ഒരു ഇത്. അതായത് അതെന്താന്ന് പറഞ്ഞാൽ ഇന്ന് വന്ന വ്യക്തി എന്തായിരിക്കും, എന്താണത്, അതെന്താണ്, ഇതെന്താണ്, ഓരോരോ കാര്യം കഴിയുന്തോറും അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം അല്ലെ. ആ മൈൻഡ് നമുക്ക് പുതിയ വ്യക്തികൾക്ക് വരുമല്ലോ. അതുപോലെ എന്നും നമ്മൾ ഒരു പുതിയ വ്യക്തിയായിട്ട് തന്നെ ഇരിക്കുക. പിന്നെ അർജൻസി. എല്ലായ്പ്പോഴും നമ്മള് അതായത് നമ്മള് തിരക്കാണ് എന്ന് നമ്മൾ എപ്പോഴും എല്ലാ സമയവും നമ്മൾ തിരക്കിൽ തന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ എന്നാൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പുതിയ അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും വർക്ക് ചെയ്തിട്ടാണെങ്കിലും എന്നും തിരക്കിൽ പെട്ടുകൊണ്ടിരിക്കുക അല്ലെ. പിന്നെ നമുക്ക് ആക്ഷൻ പ്ലാൻ, പ്രവർത്തിക്കുക. നമ്മൾ ആ സംഭവങ്ങൾ നമുക്ക് എന്താണ് നമുക്ക് അറിഞ്ഞത് അത് പ്രവർത്തിയിൽ കൊണ്ടുവരിക. എപ്പോഴും നമ്മൾ ആ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ആരുടെയോ മൈക്ക് ഓണാണ്. വിലാസിന് മൈക്ക് ഒന്ന് ഓഫ് ചെയ്യോ?